നമസ്കാരം. നമ്മള് പറയാൻ പോണത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് 100% അല്ല 101% പരീക്ഷ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് പാർഷ്യൽ ഫ്രാക്ഷനിലെ ചോദ്യമാണ്. പാർഷ്യൽ ഫ്രാക്ഷനിലെ അതാണ് ഈ ചോദ്യം. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ചോദ്യം. ഇന്റഗ്രൽ എക്സ് ബി എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നാണ് ചോദ്യം. ചിലപ്പോ മോളില് എക്സിന് പകരം എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 1 2x 3x എന്നൊക്കെ വേണമെങ്കിൽ വരാം. അത് ചിലപ്പോ 1 വേണമെങ്കിൽ വരാം ഈ മോളിൽ എക്സിന് പകരം. ഇനി അടിഭാഗത്ത് ഇത് എക്സ് പ്ലസ് 1 അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ പോലെ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 ആവാം, എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 ഒക്കെ പറഞ്ഞിട്ടൊക്കെ ആവാം. ഓക്കെ അല്ലെ? നോക്കി, നിങ്ങൾ ഇത്ര തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് നമ്മൾ ആദ്യം പറയാൻ പോണേ. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കണ്ടീഷൻ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ലെസ് ദാൻ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി ആവണം. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ? ഒരു എക്സിന്റെ ഹയസ്റ്റ് പവർ പറയുന്ന പേരാണ് ഡിഗ്രി. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ വേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ലെസ് ദാൻ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി ആവണം. ആ കണ്ടീഷൻ ഇവിടെ ഓക്കെയാണ്. കാരണം ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഇവിടെ എക്സിന്റെ പവർ മാക്സിമം 1 ആണ്. ഡിനോമിനേറ്ററിന്റെ ഇതിങ്ങനെ ഉള്ളിലേക്ക് വിളിക്കുമ്പോ എക്സ് സ്ക്വയർ വരും. ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 2 ആണ്. അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ ഓക്കെ. ഇതിനോട് രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കണം. ഓക്കെ അല്ലെ? ഡിനോമിനേറ്റർ അങ്ങനെ നമ്മളെ ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കണം. ഫാക്ടർ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ് പ്ലസ് 2 എക്സ് മൈനസ് 2 ഗുണിച്ച് എടുക്കണം. അപ്പൊ ഇത് ഫാക്ടേഴ്സ് ആണ്. ഡിനോ ഓൾറെഡി ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ആ രണ്ട് കണ്ടീഷൻ ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലെ മക്കളെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ഒന്നും വേണ്ട. ഉള്ളിലത്തെ സാധനം മാത്രം എടുക്കുക. നമ്മൾ ഉള്ളിലത്തെ സാധനം മാത്രം എടുക്കാന്ന് വെച്ചാൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അങ്ങോട്ട് എടുക്കുക. അതിനെ നമ്മൾ എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡഡ് ബൈ അടിഭാഗത്തെ ഫാക്ടർ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലെ മക്കളെ? അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിഭാഗം തന്നെ ഇവിടെ എഴുതാം. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. എന്നിട്ട് ഈ അടിഭാഗം എടുത്തിട്ട് നമ്മൾ ഓരോരുത്തരെയും മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എടുത്തിട്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എ ഇൻറ്റു എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നാ. ഈ എക്സ് പ്ലസ് 1 കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി ആരാകും മക്കൾ? അവിടെ എ ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നാവും. അതുപോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ചെയ്യുമ്പോൾ ആ എക്സ് പ്ലസ് 2 കട്ട് ചെയ്ത് പോയിട്ട് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ആയിട്ട് മാറും. ഓക്കെ അല്ലെ മക്കളെ? അപ്പൊ ഈ അടിഭാഗം തന്നെ ഇവിടെ ചെയ്താ ഈ അടിഭാഗം എടുത്തിട്ട് ഓരോ രണ്ട് ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നോക്കുക, ഇതിന്റെ രണ്ടിന്റെയും അടിഭാഗം സെയിം അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഈക്വേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് പഠിക്കാം. ഈക്വേറ്റിംഗ് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് ഏതാ? ഇതിന്റെ രണ്ടിന്റെ അടിഭാഗം സെയിം ആണ്. അപ്പൊ മുകൾ ഭാഗം നമ്മൾ ഈക്വൽ ആയിരിക്കും. എന്നിട്ട് നമ്മുടെ ലക്ഷ്യം എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കോട്ടെ. നമ്മൾ പുട്ട് കൊടുത്തിട്ടാണ് കണ്ടുപിടിക്കുക. എങ്ങനെ പുട്ട് കൊടുക്കാൻ നോക്കിക്കോ. ഒരു പുട്ട് കൊടുക്കുമ്പോ എയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എക്സിന് ഒരു പുട്ട് കൊടുക്കുക. ആ പുട്ട് കൊടുക്കുമ്പോ ബി ചാവണം, ബി ഇല്ലാണ്ടാവണം. അതായത് ബി എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവണം. എക്സിന് എന്ത് പുട്ട് കൊടുത്താലാണ് മക്കളെ ഈ ബി എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവാം? 0 വരാം. അത് നമുക്കറിയാം അല്ലെ? എക്സ് പ്ലസ് 1 0 വരണം. അതായത് എക്സിന് -1 ഇട്ട് കൊടുക്കണം. അപ്പൊ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -1 ഇട്ട് കൊടുക്കണം. അപ്പൊ എന്ത് സംഭവിക്കും മക്കളെ? ഫുൾ എക്സിലോട്ട് -1 കൊടുക്കുക. ഇവിടെ -1 ആയി. എ ഇൻറ്റു -1 പ്ലസ് 2 ഇവിടെ ഇട്ട് കൊടുക്കുക. കണ്ടത് 0. അപ്പൊ -1 സമം എ ഇൻറ്റു 1 എന്നായില്ലേ? അപ്പൊ -1 ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ കിട്ടി -1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ? എക്സിന് ഒരു പുട്ട് കൊടുക്കണം. പുട്ട് കൊടുക്കുമ്പോ എ ചാവണം, എ ഇല്ലാണ്ടാവണം. എ ഇല്ലാണ്ടാവാൻ വേണ്ടിയുള്ള ഒരു പുട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത്രയുള്ള മക്കളെ എക്സ് പ്ലസ് 2 അല്ലേ? അപ്പൊ എക്സിന് -2 ഇട്ട് കൊടുക്കാം. -2 പ്ലസ് 2 0 ആയിക്കോളും. അപ്പൊ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -2 ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോ ഇടതുഭാഗത്ത് -2 ഇടാ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വേണ്ട അത് 0 ആയി പ്ലസ് ബി ഇൻറ്റു -2 പ്ലസ് 1. അപ്പൊ -2 സമം ബി ഇൻറ്റു -1. -2 ബൈ -1 സമം ബി. 2 സമം ബി. അപ്പൊ ബിയുടെ വാല്യൂ കിട്ടി മക്കളെ. നമുക്ക് എത്ര കിട്ടി? 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 1.
ഇക്വേഷൻ പറഞ്ഞിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 സമം എയുടെ പകരം മക്കളെ -1 അല്ലേ, -1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1. ബിയുടെ പകരം മക്കളെ 2 അല്ലേ, 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 എന്നിട്ട് കൊടുക്കുക. ഒരു സീനും ഇല്ല. ഇത് നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാതെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ചോപ്പ പാനോട് ഇന്റഗ്രേറ്റ് ചെയ്തു, ഇവിടെയും ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇവിടെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. എല്ലാവരും നമ്മൾ ഇടത് വന്നിട്ട് വരുന്നത് അവരെല്ലാവർക്കും ഇന്റഗ്രൽ ഡി എക്സ് ഇട്ട് കൊടുക്കുമ്പോ ഈ -1 കോൺസ്റ്റന്റ് പുറത്ത് കിട്ടു, 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ് ആയിട്ട് മാറി. ആ 2 ഒരു കോൺസ്റ്റന്റ് ആണ്, അവനെ പിടിച്ച് പുറത്തേക്ക് ഇടാം. 2 പുറത്തേക്ക് ഇട്ടപ്പോ 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഡി എക്സ് ആയിട്ട് മാറി. ആരാണ് മക്കളെ 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1? നമ്മളൊരു ട്രിക്ക് പഠിച്ചത് ഓർമ്മയില്ല? ട്രിക്ക് ഇന്നുണ്ട് മക്കളെ. ആ ട്രിക്ക് എന്ന് പറയത്രല്ലോ, അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഉത്തരം ലോഗ് ഓഫ് അടിയിലുള്ളതാണ് അല്ലെ. എക്സ് പ്ലസ് 1 ഡിഫറൻസിയേഷൻ ആരാ? എക്സിന് ചെയ്യുമ്പോ 1, 1 ചെയ്യുമ്പോ 0. അപ്പൊ അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ ആണ് മുകളിൽ. അപ്പൊ ഉത്തരം നേരിട്ട് പട്ടയ്ക്ക ലോഗ് മോഡ് എക്സ് പ്ലസ് 1. അതുപോലെ തന്നെ ഇവിടെ ലോഗ് മോഡ് എക്സ് പ്ലസ് 2. ഒരു പ്ലസും സിയും കൂടി ഇട്ട് കൊടുക്കുക, പരിപാടി ഷുവർ ഷോട്ട്. ഒരു 2-3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടാ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ശരി ട്ടാ.